ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാവുന്നത് അഞ്ചാമത്തെ ബ്ലോക്കില് മൂന്നാമത്തെ യൂണിറ്റിലുള്ള രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ മുതൽ അടങ്ങുന്ന ഫൈനൽ അക്കൗണ്ട്സ് ബേസ്ഡ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പറ്റുന്നത് ഫൈനൽ അക്കൗണ്ട്സിന്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഈ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ ആരൊക്കെ ഉദ്ദേശിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആൻഡ് ബാലൻസ് ഷീറ്റും, ഇത് മൂന്നുകൂടെ ചേരുമ്പോഴായിരിക്കും ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. അപ്പൊ നമുക്ക് നോക്കാം. നമ്മള് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റ അക്കൗണ്ടിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ആദ്യം എഴുതുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റംസും അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റംസ് എഴുതുന്നത്. ബാലൻസിന് പ്രത്യേകം അക്കൗണ്ട് വരയ്ക്കണം. ബാലൻസ് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അത് പ്രത്യേകം വരയ്ക്കണം. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ഒറ്റ അക്കൗണ്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹെഡിങ് എഴുതാം ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ഇയർ എൻഡ്. ഇവിടെ ഞാൻ ബ്രാൻഡിന് എഴുതിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ഫോർമാറ്റ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ ബ്രാൻഡിന് ഇപ്പൊ തൽക്കാലം എഴുതണ്ട. അത് ഇല്ലസ്ട്രേഷൻ 2 വരുമ്പോഴാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ബ്രാൻഡിനും എഴുതുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫോർമാറ്റ് വരയ്ക്കുന്നത്. അപ്പൊ നോക്കി, ഒരു അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എത്ര കോളം വരയ്ക്കണം? 4 കോളംസ് ആണ് വരയ്ക്കേണ്ടത്. ഡെബിറ്റ് സെല്ല് 2 കോളം, ക്രെഡിറ്റ് സെല്ല് 2 കോളംസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് വരുന്ന ഐറ്റംസ് ആണ് എഴുതുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡെബിറ്റ് സെല്ല് ആദ്യം ഫസ്റ്റ് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം ആ എമൗണ്ട് ഔട്ടറിൽ എഴുതണം. ഓക്കെ ഓക്കെ. ഇനി അടുത്തതാണ് പർച്ചേസ്. പർച്ചേസിനോടൊപ്പം പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ചെയ്യണം അത് കുറച്ച് നേരെ ഔട്ടറിൽ കാണിക്കണം. പർച്ചേസ് റിട്ടേൺ ഇല്ലെങ്കിൽ പർച്ചേസിന് എമൗണ്ട് നേരെ ഔട്ടറിൽ എഴുതാം. റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഔട്ടറിൽ എഴുതാതെ റിട്ടേണും കൂടെ കുറച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഔട്ടറിലോട്ട് മാറ്റാൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നവർക്ക് ആരും കൂടെ വരാം, ക്ലോസിംഗ് സ്റ്റോക്ക് വരാം അല്ലെ. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ താഴോട്ട് എഴുതും. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് മുകളിൽ നിന്ന് ആരാണ്, സെയിൽസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ പർച്ചേസ് പറഞ്ഞ പോലെ തന്നെ സെയിൽസിന്റെ എമൗണ്ട് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ചെയ്യണം അത് കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, ഔട്ടറിലോട്ട് എഴുതും. അപ്പൊ ഇന്നലെയുള്ള കാരണം മനസ്സിലായാലോ, റിട്ടേൺ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നർ രേഖുന്നത്. അപ്പൊ രണ്ടും കൂടെ കുറച്ച് വേണം ഔട്ടറിൽ എഴുതാം. റിട്ടേൺ ഇല്ലെങ്കിലോ സെയിൽസിന്റെ എമൗണ്ട് നേരെ ഔട്ടറിൽ എഴുതാം. ഓക്കെ. അപ്പൊ ഈ 4 ഐറ്റം ഓർഡർ ആക്കണം, ഇത് ഡിസോർഡർ ആവാൻ പാടില്ല. അപ്പൊ ആദ്യം എന്ത്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസിനകത്ത് പർച്ചേസ് റിട്ടേൺ കുറച്ചു, പിന്നെ സെയിൽസിന് സെയിൽസ് റിട്ടേൺ കുറച്ചു, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ 4 ഐറ്റം ഓർഡർ ആക്കണം. ഓക്കെ. ഇനി വരാൻ പോകുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് എക്സ്പെൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാ വരുന്നത് പറഞ്ഞു, ഒന്ന് വേജസ് ഉണ്ട്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഉണ്ട്, ക്യാരേജ് ഇൻപോർട്ട്സ് ഉണ്ട്, പിന്നെ ബ്രാൻഡിന്റെ ഫോർമാറ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഗുഡ്സ് ഫ്രം HO എഴുതാം. HO മീൻസ് എന്താണ്, ഹെഡ് ഓഫീസ്. ഓക്കെ, അതായത് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാൻഡിലേക്ക് നമ്മൾ സാധനങ്ങൾ അയക്കുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ എഴുതുന്നത്. ഇനി ആ സാധനങ്ങൾ ബ്രാൻഡിൽ എത്തത്തില്ലയോ, അപ്പൊ അവരവിടെ റിട്ടേൺ ചെയ്തില്ലേ, ആ എമൗണ്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ എമൗണ്ടിനകത്ത് റിട്ടേൺ എമൗണ്ട് കുറയ്ക്കണം. എങ്കിൽ മാത്രമേ അത് ഔട്ടറിലോട്ട് മാറ്റാൻ പറ്റൂ. ഇപ്പൊ റിട്ടേൺ ഇല്ലെങ്കിലോ ഈ എമൗണ്ട് ഔട്ടറിലേക്ക് എഴുതിയാൽ മതി. അതിന് പ്രോബ്ലം വരുമ്പോൾ പറഞ്ഞു തരാം. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു, ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാണ്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ക്യാരേജ് ഇൻപോർട്ട്സ്, ഗുഡ്സ് ഫ്രം HO. ഗുഡ്സ് ഫ്രം HO എന്ന് പറഞ്ഞിട്ടാണ് ഹെഡ് ഓഫീസിൽ നിന്നുള്ള സാധനങ്ങൾ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോ ഇനിയും ഉണ്ട് കുറെ ഐറ്റംസ്. ഇതിപ്പോ നമ്മൾ ഫോർമാറ്റ് ആയതിനായിട്ട് തൽക്കാലം ഇത്ര ഐറ്റംസേ പറയുന്നുള്ളൂ. വേണമെങ്കിൽ വാട്ടർ വരാം, അതോടൊപ്പം തന്നെ പവർ വരാം, ഫ്യുവൽ വരാം, ഗ്യാസ് വരാം, റോയാലിറ്റി വരാം, ഇങ്ങനെ പല പല പേരുകൾ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഓരോ ഇൻഡസ്ട്രേഷനകത്ത് പുതിയ പുതിയ ഐറ്റംസ് വരുവാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. ട്രേഡിംഗ് അക്കൗണ്ട് ആണോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം ഈ ഫോർമാറ്റ് ആണ്ട് ഇത്രയും പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, ഇനി നമ്മൾ ഈ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്യണം. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് എമൗണ്ട് കൂട്ടുക, ഡെബിറ്റ് എമൗണ്ട് കൂട്ടുക. ഓക്കെ. എന്നിട്ട് രണ്ട് സൈഡിലെ വലിയ എമൗണ്ട് ഏതാണ് കമ്പാരിസൺ ചെയ്യണം. ഓക്കെ. അപ്പോ ക്രെഡിറ്റ് എമൗണ്ട് ആണ് കൂടുതൽ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് സൈഡിൽ ഒരുപോലെ കാണിക്കണം. കുറവ് ഏത് സൈഡിൽ, ഈ സൈഡിൽ. അപ്പൊ ഈ സൈഡ് കുറവ് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടിന്റെ ഡിഫറൻസ് എടുത്തിട്ട് ആ എമൗണ്ട് ഇവിടെ കാണിക്കണം. അപ്പൊ നമ്മൾ എന്തെന്ന് പറയും, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതും. ഓക്കെ. നേരെ മറ്റേ ഈ സൈഡാണോ കൂടുന്നെങ്കിലോ, ഈ സൈഡ് എന്തെന്ന് പറഞ്ഞിരും, ഗ്രോസ് ലോസ് എന്ന് എത്തും. ഓക്കെ. അപ്പൊ ഈ സൈഡ് കൂടുവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും, ഈ സൈഡ് കൂടുവാണെങ്കിൽ ഗ്രോസ് ലോസും. ഓക്കെ. ഓക്കെ. അപ്പൊ ഇവിടെ
ഈ സൈഡ് കൂടുമ്പോൾ നമ്മളിവിടെ ഗ്രോത്ത് റോജിന് അവിടെ എന്ത് പറയുന്നുണ്ട്, CD എഴുതുന്നുണ്ട്. CD മീൻസ് എന്താണ്, ക്യാരി ഡൗൺ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, BD ആക്കണ്ടേ. ആ BD നമ്മൾ എന്ത് ചെയ്യും, അടുത്ത അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. അപ്പൊ ഇതിവിടെ ഡെബിറ്റിംഗ് കിടക്കല്ലേ, അപ്പൊ ഇത് എങ്ങോട്ട് വരണം, ക്രെഡിറ്റിലോട്ട് മാറ്റണം കേട്ടോ. അപ്പൊ ഗ്രോത്ത് റോക്ക് BD ലേക്കും. അപ്പൊ ഇനി വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, ബിയാണിന്റെ ഐറ്റംസ് ആണ് താഴെ വരുന്നത് കണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഇനി നേരെ മറിച്ച് ഇവിടെ ഗ്രോസ് ലോസ് CD ആണ് വരുന്നെങ്കിലോ അത് നമ്മൾ ചെയ്യും, ഇങ്ങോട്ടേക്ക് നമ്മൾ BD എഴുതും. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഐറ്റംസ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്ര മനസ്സിലായോ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അതിനുശേഷം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകണം അല്ലെ. അപ്പൊ അത് വരുന്ന ഐറ്റംസ് എന്തൊക്കെ നോക്കി, ഡെബിറ്റ് ആണ്. ഡെബിറ്റ് വരുന്നതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസും, ഇവിടെ എന്താണ് ഇൻഡയറക്റ്റ് ഇൻകം ആണ് അല്ലെ. അപ്പൊ ട്രേഡിംഗ് വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് ഡിസോർഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓർഡർ വേണമെന്നില്ല. അതുകൊണ്ട് ഇതും ഓർഡർ അയക്കണം, ഇതും ഓർഡർ അയക്കണം. ഇവര് തിരിഞ്ഞു പോകാൻ പാടില്ല, മനസ്സിലാക്കാം. ഇത് അതേപോലെ തന്നെയാണ്. അതിനുശേഷം വരുന്ന കാര്യം ഡിസോർഡർ ആയാലും കുഴപ്പമില്ല. ഓക്കെ. അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഡിസോർഡർ ആയാലും കുഴപ്പമില്ല, ഇൻഡയറക്റ്റ് ഇൻകം ഡിസോർഡർ ആയാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് നോക്കാം. ഓക്കെ. സാലറി ഉണ്ട് കണ്ടോ. പിന്നെ അതേപോലെ അതാണ്ട് ഇവിടെ പെയ്ഡ് വരുന്നുണ്ടോ, പെയ്ഡ് അത് വരുന്നെല്ലാം അവിടെ എന്ത് വരും, റിസീവ്ഡ് കൂടെ വരും. റെന്റെന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് പെയ്ഡ് ആയിരിക്കണം. ഡിസ്കൗണ്ട് മാത്രം പറയുകയാണെങ്കിൽ അത് പെയ്ഡ് ആവണം. കമ്മീഷൻ മാത്രം പറയുകയാണെങ്കിൽ അത് പെയ്ഡ് ആവണം. ഇൻട്രസ്റ്റ് മാത്രം പറയുകയാണെങ്കിൽ അത് പെയ്ഡ് ആവണം. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി റിസീവ്ഡ് ആണെങ്കിൽ എടുത്ത് പറയും. ഓക്കെ അല്ലേ. ഇനി ഒരു കാര്യം പറയാൻ പറ്റുപോയി, ഇതെല്ലാ ഐറ്റംസും എവിടെ തരുന്നത്, ട്രയൽ ബാലൻസിനകത്താണ്. അപ്പൊ ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് നിങ്ങൾക്കറിയാലോ, 3 കോളംസ് വരും. എന്തൊക്കെ വരും, ഒന്ന് പർട്ടിക്കുലേഴ്സ്, ഒന്ന് ഡെബിറ്റ് എമൗണ്ട്, ഒന്ന് ക്രെഡിറ്റ് എമൗണ്ട്. ഈ ഐറ്റംസ് ഇങ്ങനെ നിരനിരാൻ തന്നിരിക്കും, മനസ്സിലല്ലോ. അത് നിരനിരാൻ തന്നിട്ട് അതാത് എമൗണ്ട് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ അവർ തന്നിരിക്കും. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ റെന്റ് എന്ന് പറയുകയാണെങ്കിൽ ആ എമൗണ്ട് ഡെബിറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ഡെബിറ്റ് വന്നതിന്റെ അർത്ഥം എന്താണ്, പെയ്ഡ് എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി നേരെ മറ്റേ റെന്റിന്റെ എമൗണ്ട് ക്രെഡിറ്റ് എന്ന് വരുന്നെങ്കിലോ അതെന്തായിരിക്കും, റിസീവ്ഡ് ആയിരിക്കും. ഒന്നെങ്കിൽ റിസീവ്ഡ് എന്ന് പറയണം, അല്ലെങ്കിൽ അവന്മാര് ക്രെഡിറ്റ് എമൗണ്ട് പറയണം. റെന്റിനകത്ത് ചിലപ്പോൾ പെയ്ഡ് പറയണമെന്നില്ല, പക്ഷെ ആ എമൗണ്ട് അവിടെ കാണിക്കും, ഡെബിറ്റ് കാണിക്കും. അപ്പൊ ഡെബിറ്റ് കാണിക്കുന്ന അർത്ഥമാണ് റെന്റ് പെയ്ഡ് ആണെന്ന് അർത്ഥം, അത് എക്സ്പെൻസ് ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ട്രയൽ ബാലൻസ് ഫോർമാറ്റ് എങ്ങനെയാണ്, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഈ ഡെബിറ്റ് എമൗണ്ട് മീൻസ് എന്ന് പറഞ്ഞാൽ അസറ്റുകളും എക്സ്പെൻസ് വരുന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ക്രെഡിറ്റ് വരുന്നതാണ് ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം. അപ്പൊ റിസീവ് വരുന്നല്ലേ ഇൻകം അല്ലയോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വ്യത്യാസം മനസ്സിലാലോ. ഓക്കെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, താണ്ടെ ഈ പെയ്ഡ് വരുന്നെല്ലാം എവിടെയും കൂടെ ഉണ്ട്, റിസീവ്ഡ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ റെന്റ് പെയ്ഡ്, ഇത് റെന്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് പെയ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. മനസ്സിലാലോ. ഈ ഐറ്റംസ് ഡെബിറ്റ് വരണം, ഈ ഐറ്റംസ് റിസീവ്ഡ് എന്ന് പറയുകയോ അല്ലെങ്കിൽ ക്രെഡിറ്റിൽ തന്നിരിക്കുകയും വേണം. എവിടുത്തെ കാര്യമാണ്, ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾ സെമസ്റ്റർ വണ്ണിൽ അത് ട്രയൽ ബാലൻസ് എന്നൊരു ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. കുറെ ഞാൻ പ്രോബ്ലംസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തൊക്കെയെന്ന് പറഞ്ഞേ, അപ്പൊ ഇത് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലയോ. അപ്പൊ സാലറി പറഞ്ഞു, റെന്റ്, ഡിസ്കൗണ്ട്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്. പിന്നെന്തുണ്ട്, ഇൻഷുറൻസ് വരുന്നുണ്ട്, അലവൻസ് വരുന്നുണ്ട് അല്ലെ. കസ്റ്റമേഴ്സിന് എന്താ അനുവദിക്കും, അലവൻസ് അനുവദിക്കും. പിന്നെ ഓഡിറ്റ് ഫീ. ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർട്ടേഡ് അക്കൗണ്ടന്മാര്, അതുപോലെ ടാക്സ് പ്രാക്ടീഷണേഴ്സ്, അവർക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും, ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അനുവദിക്കുന്ന പേരാണ് ഓഡിറ്റ് ഫീസ്. പിന്നെ ബാലൻസ്, എന്താണ് ബാലൻസ് നോക്കാൻ, കിട്ടാക്കണം. പിന്നെ വരുന്ന റിട്ടേൺസ് അല്ലെ. പിന്നെന്താണ് ടാക്സസ് ഉണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ ക്യാരേജ് അവാർഡ്സ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, ജനറൽ എക്സ്പെൻസ് ഉണ്ട്, പിന്നെ എന്തുണ്ട് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഇൻട്രസ്റ്റും ലോണും കൂടെ ചേർക്കാം. നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, പലിശ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇൻട്രസ്റ്റ് ലോണും കൂടെ ചേർക്കാം. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ ഇത്ര ഐറ്റംസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നതാണ്. ഓക്കെ. ഇനിയും ഉണ്ട് കുറെ ഐറ്റംസ്. മാനേജ്മെന്റ് എക്സ്പെൻസ് വരാം, സെല്ലിംഗ് എക്സ്പെൻസ് വരാം, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരാം, ഓഫീസ് എക്സ്പെൻസ് വരാം. കണ്ടോ, ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം ഇത്ര ഐറ്റംസ് പഠിക്കും, മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ക്രെഡിറ്റ് വരുന്നതാണ് ഇൻഡയറക്റ്റ് ഇൻകം ആണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പെയ്ഡ് വരുന്നെല്ലാം എന്തും കൂടെ വരാം, റിസീവ്ഡും കൂടെ വരാം. പിന്നെ അത് കൂടാണ്ട് ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് നമുക്ക് എങ്ങനെ ഇൻകം ആവുന്നത്, നമ്മുടെ പണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെയ്യും, വിഡ്രോൺ ചെയ്തില്ല. അപ്പൊ വിഡ്രോൺ ചെയ്യുമ്പോൾ നമ്മൾ ആ പൈസ ലോങ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് വേണം, ഒരു ഇൻട്രസ്റ്റ് കൂടെ അധികം വരും അല്ലെ. അപ്പൊ നമുക്കത് ബെനിഫിറ്റ് ഉള്ള സാധനം അതാണ്. അപ്പൊ നമുക്ക് പിൻവലിക്കുമ്പോൾ നമുക്ക് എന്ത് വരും,
ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് നമ്മൾ ക്രെഡിറ്റിൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റംസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്രോത്ത് പ്രോഫിറ്റ് ചെയ്തപ്പോൾ നമ്മൾ പി ഡി ആക്കി, ഗ്രോസ് ലോസ് ആണ് പറഞ്ഞെങ്കിൽ അത് ബി ഡി ആക്കി. അപ്പൊ രണ്ടിലേറെങ്കിലും ഒന്ന് വരും. അതിനുശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസ് എഴുതുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബാലൻസ് ചെയ്യും. അപ്പൊ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ നോക്കിയതാ, ഗ്രോസ് പ്രോഫിറ്റിനാണ് വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും കൂട്ടുക. നേരെ മറ്റേ ഗ്രോസ് ലോസ് ആണ് വരുന്നെങ്കിലോ അവിടെ മൂല് കൂട്ടുക. രണ്ടിലേറെങ്കിലും ഒന്ന് വരത്തുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയും കൂട്ടുക. അതോടൊപ്പം എന്ത് ചെയ്യണം? താണ്ടെ ഇത്രയും കൂട്ടുക. അതിന് പിക്കസ് നമ്പർ ഏതാണോ നോക്കിയിട്ട് അതെന്ത് ചെയ്യണം? രണ്ട് സൈഡിൽ ഒരുപോലെ എഴുതണം. ഈ സൈഡ് കൂടുതലാണെങ്കിൽ ഈ സൈഡ് നമ്മളെന്ത് പറയും? നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ഒരു ക്യാപിറ്റൽ ഒരു എമൗണ്ട് കാണും. അതിനോടൊപ്പം എന്ത് ചെയ്യണം? ഈ ഫിഗർ കൂട്ടി കാണിക്കണം. മനസ്സിലായോ? അതാണ്. ഇനി നേരെ മറിച്ച് ഈ സൈഡാണ് കൂടുതൽ വരുന്നെങ്കിലോ ഇപ്പുറത്ത് എന്താന്ന് പറഞ്ഞാലും നെറ്റ് ലോസ് ആയിരിക്കും. അതെന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ബാലൻസ് ഷീറ്റിൽ പോയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം, ഈ എമൗണ്ട് കുറച്ച് കാണിക്കണം. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലോടൊപ്പം കൂട്ടി കാണിക്കണം. നെറ്റ് ലോസ് ആണെങ്കിൽ ചെയ്യണം ക്യാപിറ്റലോടൊപ്പം കുറച്ച് കാണിക്കണം. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. മനസ്സിലാവും? അപ്പൊ ഇത്രയും കഴിഞ്ഞു. മനസ്സിലാവും? അപ്പൊ ഓർക്കുക, ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് നമ്മൾ ചെയ്യണം ഒറ്റ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റംസ്, പിന്നെന്താണ് പ്രോഫിറ്റ് ലോസ് ഉള്ള ഐറ്റംസ്. അപ്പൊ ഇത്രയും മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഒരു ഡിസോർഡർ ആയാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത അക്കൗണ്ട് ഏതാണ്? അടുത്ത അക്കൗണ്ട് അല്ല, അടുത്ത സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബാലൻസ് ഷീറ്റ് ആണ്. എന്താണ്? ബാലൻസ് ഷീറ്റ് അല്ലെ? അപ്പൊ ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് അല്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫോർമാറ്റ് നോക്കി, 4 കോളംസ് വരയ്ക്കുക. ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. കണ്ടോ? നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ ഡെബിറ്റും ഇവിടെ ക്രെഡിറ്റും വരുന്നത്. പക്ഷെ ബാലൻസ് ഷീറ്റ് വരുമ്പോൾ അസറ്റിനാണ് ഡെബിറ്റ് കൊടുക്കുന്നതും ലയബിലിറ്റിക്ക് എന്താണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അതിവിടെ എഴുതത്തൊന്നുമില്ല, നിങ്ങൾ അസ്യൂം ചെയ്യണം. അസറ്റിന് എപ്പോഴും എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റീസിനോ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് എപ്പോഴും ഓർമ്മ വേണം. ഓക്കെ. ഓക്കെ. ഇവിടെ നിങ്ങൾ ബ്രാൻഡ് വേണ്ട. ഇപ്പൊ നിങ്ങൾ ബാലൻസ് ഷീറ്റ് അസോൺ വേണം. അവിടെ ഡേറ്റ് പറയുകയാണെങ്കിൽ ആ ഡേറ്റ് എന്ത് ചെയ്യണം? ഇവിടെ തന്നെ ഇടണം. ഓക്കെ. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട്, പി ആർ അക്കൗണ്ട് ഏത് ഡേറ്റ് ആണ് മെൻഷൻ ചെയ്യുന്നത് ആ ഡേറ്റിനായിരിക്കും ഇവിടെയും എഴുതുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് നോക്കി, നമുക്ക് ആദ്യം അസറ്റ് നോക്കാം. ആദ്യം വരുന്നില്ല കറണ്ട് അസറ്റും, പിന്നെ വരുന്നില്ല ഫിക്സഡ് അസറ്റും. പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കറണ്ട് ഫിക്സഡും കൂടെ മിക്സഡ് ആക്കിയായിരിക്കും എഴുതുന്നത്. അത് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഫോർമാറ്റ് പഠിക്കുമ്പോൾ ഞാൻ ആദ്യം കറണ്ട് അസറ്റ്, കറണ്ട് ഫിക്സഡ് അസറ്റ് പറയും, പിന്നെ കറണ്ട് ലൈബിലിറ്റി, പിന്നെ വരുന്ന ഫിക്സഡ് ലൈബിലിറ്റി. ഓക്കെ. അങ്ങനെയാണ് ആക്ച്വലി എഴുതുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ആ ഒരു പ്രതി എഴുതി പോകുമ്പോൾ നമ്മൾ ഡിസോർഡർ ആക്കി എഴുതിക്കും കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നോക്കി, കറണ്ട് അസറ്റ് വരുന്നതൊക്കെയാണ് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ടെസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഏത് സ്റ്റോക്ക് മെൻഷൻ ചെയ്തത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും അല്ലെ? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ഒരു സ്റ്റോക്ക് ഇല്ലേ, ക്ലോസിംഗ് സ്റ്റോക്ക്. ആ എമൗണ്ട് അവിടെ കാണിക്കുന്നപ്പോൾ തന്നെ എവിടെ കൂടെ കാണിക്കണം? അസറ്റ് കൂടെ കാണിക്കണം. അത് മറന്നു പോകട്ടെ. അത് എല്ലാവർക്കും മറവിലോ സാധനമാണ് കേട്ടോ. ഓർക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ കൂടെ കാണിക്കണം? ബാലൻസ് ഷീറ്റ് അസറ്റ് കാണിക്കണം. നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്കിന് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിയ പ്രാഗിൽ ക്ലോസിംഗ് എഴുതി നോക്കും. പിന്നെ എന്തുണ്ട്? ബിൽസ് റിസീവബിൾ ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട്. ഇത് ഇത്രയും എന്താണ്? കറണ്ട് അസറ്റ് ആണ്. പിന്നെ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് ആവാം, വേണമെങ്കിൽ ചെയ്യാം ഫിക്സഡ് അസറ്റ് ആവും. അപ്പൊ ചിലപ്പോൾ ലോങ്ങോ ഷോർട്ട് ആവും. കറണ്ടിന് വേർപ്പെടുന്നതാണ് ഷോർട്ട് ടൈം, ഫിക്സഡ് വേർപ്പെടുന്നതാണ് ലോങ് ടൈം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഇനി വരുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. ഫർണിച്ചർ ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വെഹിക്കിൾസ്, ലൂസ് ടൂൾസ്, ഗുഡ് വില്ല്, പേറ്റന്റ്, കോപ്പിറൈറ്റ്. എന്താണ് പേറ്റന്റ് മീൻസ്? സ്വകാര്യ അവകാശം. കോപ്പിറൈറ്റ് എന്താണ്? പകർപ്പ് അവകാശം. ഗുഡ് വില്ല് എന്താണ്? താല്പര്യം. ലൂസ് ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ റിപ്പയർ ഐറ്റംസിന് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൂസ് ടൂൾസ് എന്ന് പറയുന്നത്. പിന്നെ വെഹിക്കിൾസ് ഒക്കെ വരാം, വണ്ടികളൊക്കെ, സൈക്കിള്, അതുപോലെ കാറ്, ബൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെഹിക്കിൾസ് വരുന്നത്. പിന്നെ വേണമെങ്കിൽ കമ്പ്യൂട്ടർ എഴുതാം. ഓക്കെ. ഫ്രിഡ്ജ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത്ര മനസ്സിലാകും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാനത് എഴുതിയിട്ടുള്ളൂ. അപ്പൊ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് മനസ്സിലാക്കാം? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ടെസ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഫിക്സഡ് അസറ്റോ? ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ബിൽഡിംഗ്, വെഹിക്കിൾസ്, ലൂസ് ടൂൾസ്, ഗുഡ് വില്ല്, പേറ്റന്റ്, കോപ്പിറൈറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. ലൈബിലിറ്റി വരുന്നതൊക്കെയാണ് ആദ്യം പറഞ്ഞ കറണ്ട് ലൈബിലിറ്റിയാണ്. എന്തൊക്കെ വരും? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയ്ബിൾ, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഇത്രയാണ് വരുന്നത്. പിന്നെ വരുന്ന ഫിക്സഡ് ലൈബിലിറ്റിയാണ്. ബാങ്ക് ലോൺ കേട്ടോ. ഫിക്സഡ് വേർപ്പ് എന്താണ്? ലോങ് ടൈം അല്ലെ? താഴെ
ഇതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതെല്ലാവരും നോട്ട് ചെയ്തോണം, കറക്റ്റായിട്ട് മറന്നു പോകരുത് കേട്ടോ. ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ ഇന്നറി കാണിക്കണം. നമ്മൾ തൊട്ട് മുന്നേ വെച്ച പ്രോവിഡന്റ് ലോസ് അക്കൗണ്ട് ചെയ്യണം. അത് നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടണമെങ്കിൽ ആഡ് ചെയ്യണം, നെറ്റ് ലോസ് ആണ് കിട്ടണമെങ്കിൽ ചെയ്യണം കുറയ്ക്കണം. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പെടുത്തുള്ളൂ. അപ്പൊ അത് ക്യാപിറ്റൽ ബേസ്ഡ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വാല്യൂ. ഓക്കെ ഓക്കെ. പിന്നെ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം, ആഡ് ചെയ്യണം. നമ്മുടെ ബിയാൻഡ് അക്കൗണ്ടിങ് അവിടെ ഒരു ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടോ ആ എമൗണ്ട് എഴുതുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഇവിടെ കൂടെ കാണിക്കണം. ഓക്കെ. ഞാൻ ക്ലോസിംഗ് സ്റ്റോക്കിനെ പറഞ്ഞ ഓർമ്മട്ടോ, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തപ്പോൾ ആ എമൗണ്ട് എവിടെ കാണിക്കണം, ബാലൻസിൽ അസറ്റ് കാണിക്കണം. അതോടൊപ്പം തന്നെ പ്രോവിഡന്റ് ലോസ് അക്കൗണ്ട് ഇരിക്കുന്ന ട്രേഡിംഗ് പ്രോവിഡന്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് അടിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ക്യാപിറ്റൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം, ഇവിടെ കൂടെ ആഡ് ചെയ്യണം. മനസ്സിലായോ? ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം. ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം. അത് പ്രോവിഡന്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് കിടക്കുന്ന ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ഉണ്ടോ അവിടെ കാണിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, ഇവിടെയും കാണിക്കണം. അത് കുറച്ച് കാണിക്കണം. പിന്നെ എന്താണ്, ഇൻകം ടാക്സ് പെൻ ഉണ്ടെങ്കിൽ അത് കുറച്ച് കാണിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ നേരെ ഔട്ടിലേക്ക് കാണിക്കുന്നത്. എല്ലാ ഐറ്റംസ് പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ ഐറ്റംസ് റിപ്പീറ്റ് ആരായിരിക്കും, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് വരാം, പിന്നെ ഡ്രോയിങ്സ് വരാം. ഈ 3 ഐറ്റം മാത്രമേ വരത്തുള്ളൂ കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ലോസ് ആണെങ്കിൽ കുറയ്ക്കണം. പിന്നെ വരുന്നത് ഡ്രോയിങ്സ്. അത് രണ്ടും കഴിഞ്ഞാണ് നമ്മൾ നേരെ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യണം, ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ടിന്റെ ഒരു എമൗണ്ട് പറയും, അതുണ്ടെങ്കിൽ ചെയ്യണം, ഇത് ഉൾപ്പെടുത്തണം. ഓക്കെ ഓക്കെ. നമുക്ക് നോർമലി അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഐറ്റം വേണ്ട, മറ്റേ കുടിശ്ശിറ മെച്ചേജ് ആ ഐറ്റം വേണ്ട. നമ്മൾ ബ്രാഞ്ചിന്റെ പാഠത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യണം, ഈ ഒരു ഐറ്റം മറ്റേ ഐറ്റം കൂടെ ഓർത്തിച്ച് മതി, അത്രേ ഉള്ളൂ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം, 2 സെറ്റ് ടോട്ടൽ നോക്കണം. ടോക്കൺ എന്ത് ചെയ്യണം, 2 സെറ്റ് ടാലി ചെയ്യണം. ഇപ്പൊ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യും, 2 സെറ്റ് ടാലി ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ. വളരെ സിമ്പിൾ ആണ്, ഒരു പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ അതേപോലെ അതർ നെയിംസ് അവിടെ പഠിക്കണേ. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്യാരേജ് ഇൻവോയ്സിന്റെ ഐറ്റം പറഞ്ഞില്ലേ, ആ ക്യാരേജ് ഇൻവോയ്സിന്റെ വേറെ പേരാണ് ക്യാരേജ് പ്രൈസ് കാർട്ടേജ് പ്രൈസ് ഇൻവോയ്സ് അല്ലെങ്കിൽ ക്യാരേജ് പർച്ചേസ്. ഇത് ഏത് പേര് വെച്ചാലും ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത് ട്രേഡിംഗ് അക്കൗണ്ടില് ഡയറക്റ്റ് എക്സ്പെൻസ് ആയ, അതായത് ഡെബിറ്റ് അല്ല, ക്യാരേജ് ഇൻവോയ്സിന്റെ വേറൊരു പേരാണ് ഇത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തതാണ് ക്യാരേജ് ഔട്ട്വേർഡ്സ് ആണ്. ഇത് എവിടെ പോകുന്ന ഐറ്റം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റം ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ. ക്യാരേജ് ഔട്ട്വേർഡ്സ് വേറെ പേര് എന്താണ്, ക്യാരേജ് ഓൺ സെയിൽസ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഔട്ട്വേർഡ്സ്. പഠിച്ചല്ലോ? അപ്പൊ എത്രയുള്ളൂ. ഇത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ ഇത് മറന്നു പോകരുത്. ഓക്കെ. പർച്ചേസ് റിട്ടേൺ വേറെ പേര് എന്താണ്, റിട്ടേൺ ഔട്ട്വേർഡ്സും. സെയിൽസ് റിട്ടേൺ വേറെ പേര് എന്താണ്, റിട്ടേൺ ഇൻവേർഡ്സും. മറന്നു പോകരുത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഫോർമാറ്റ് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബ്രാഞ്ചില് 3ാമത്തെ ജോലിച്ചില് ഇല്ലസ്ട്രേഷൻ ജോലിയുടെ പ്രോബ്ലംസ് പറഞ്ഞ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ.